ലംബോർഗിനി ഓടിക്കാൻ തരാം ഫ്രാങ്കിലാണ് പ്ലീസ് ഫ്രാങ്കിലാണ് എനിക്കൊന്ന് ലംബോർഗിനി ഓടിക്കാൻ താ ഫ്രാങ്കിലാണ്. ഇല്ലടാ ഷിൻചാനെ ഞാൻ വണ്ടി ഓടിക്കാൻ തരില്ല പ്ലീസ് ഫ്രാങ്കിലാണ്, ഞാനിനി വണ്ടി ഇടിപ്പിക്കൂല ഫ്രാങ്കിലാണ്, എനിക്ക് ആ ലംബോർഗിനി ഓടിക്കാൻ തരാം ഫ്രാങ്കിലാണ്. ഇല്ലടാ ഷിൻചാനെ നീ എന്നാ ഫെറാറി ഇടിപ്പിച്ചപ്പോൾ തൊട്ട് എനിക്ക് മതിയാടാ വണ്ടി ഓടിക്കാൻ തരില്ല ഗായ്സ്. അപ്പോൾ നമുക്ക് ഫ്രാങ്കിലാണ് വണ്ടി ഓടിക്കാൻ തരില്ല ഗായ്സ്. അപ്പോൾ നമുക്ക് ഫ്രാങ്കിലിനെ മുറി ചെന്നിട്ടില്ലേ നൈസായിട്ട് വണ്ടീൻ്റെ ഇത് അടിച്ചു മാറ്റാം ഗൈസ്. ഫ്രാങ്കിലിനാണെങ്കിൽ ഗെയിമിംഗ് റൂം പ്ലസ് ഈ ജിമ്മിലാണ് ഒളിപ്പിക്കുക എപ്പോഴും താക്കോല് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ചെടിച്ചട്ടിയിൽ എവിടെ നിന്ന് ലംബോർഗിൻ്റെ താക്കോൽ എടുക്കാം. അപ്പോൾ ഗൈസ് ഞാൻ ലംബോർഗിൻ്റെ താക്കോൽ എടുത്തിട്ടുണ്ട്. എടാ ഷിൻചാനെ നീ എവിടെ പോകണ്ട? ഒന്നുമില്ല ഫ്രാങ്കിലിനെ, ഞാൻ വെറുതെ താഴെ വരെ പോണേ ഗൈസ്. അപ്പോൾ നമുക്ക് ഫ്രാങ്കിലിനെ ലംബോർഗിനെ അടിച്ചു മാറ്റി ഓടിക്കാം ഗൈസ്. യെസ് ഗൈസ്, ദിസ് ഈസ് ദ ടൈം ഫോർ ലംബോർഗിനി അടിച്ചു മാറ്റൽ. യോ ഗൈസ് നമുക്ക് ലംബോർഗിനി കിട്ടിയിട്ടുണ്ട്. യെസ്, ഇന്ന് ഞാൻ ലംബോർഗിനി ഓടിക്കും. എൻ്റെ പൊന്നോ ജസ്റ്റ് മിസ്. യോ ഗൈസ് അപ്പോൾ നമ്മൾ ലംബോർഗിനി എൻ്റെ പൊന്നോ ഗൈസ് ഇപ്പം ഇടിച്ചേനെ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ലംബോർഗിനി എടുത്ത് കത്തിച്ച് വിടാം ഗൈസ്. ഗൈസ് ഇതേ ഗൈസ് നമ്മൾ സ്വിഫ്റ്റുകാരനെ ജസ്റ്റ് മിസ്സിലാണ് പോയത്. യോ ഗൈസ് ഓ നമ്മൾ ഓട്ടോക്കാരനെ ജസ്റ്റ് മിസ് തട്ടിയില്ല. യോ ഗൈസ് നമ്മളിപ്പോൾ കത്തിച്ച് വിടണേണ്. എന്നെ പൊന്നോ ഷിൻജുവിന് മര്യാദക്ക് വണ്ടി എടുത്തടോ. എടാ ചെറുക്കോ മര്യാദക്ക് വണ്ടി എടുത്തടോ. ഒന്ന് നിർത്തടോ മര്യാദക്ക് നിർത്തടോ. നിനക്ക് 18 വയസ്സാണ്ട് വണ്ടി ഓടിക്കുമല്ലോടോ. നീ 18 വയസ്സാണ്ട് ഇനി വണ്ടി ഓടിക്കോടോ. ഇനി നീ ഓടിക്കോടോ 18 വയസ്സാണ്ട് വണ്ടി. ഇനി ഓടിക്കോടോ നീ 18 വയസ്സാണ്ട് വണ്ടി. ഞാനായതുകൊണ്ട് ക്ഷമിച്ചിട്ട് ഓടിപ്പോയി. വല്ലായിരുന്നെങ്കിലേ നിന്റെ കാര്യം പോക്കായനെ ഗൈസ്. അപ്പോൾ ചേട്ടനായതുകൊണ്ട് ക്ഷമിച്ചെന്നാ പറഞ്ഞത്. അതെന്തെങ്കിലും ആവട്ടെ ഗൈസ്, നമുക്ക് കത്തിച്ചു വിടാം ഗൈസ്. എൻ്റെ പൊന്നോ ഗൈസ് വണ്ടി ഇടിച്ചു ഗൈസ്. എന്താ പറ്റിയെന്നറിയില്ല ഗൈസ്, വണ്ടി എന്തോ പറ്റി ഗൈസ്. ആ വണ്ടി ഓടണല്ല ഗൈസ്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൊന്നും കൂടി. അയ്യോ ഗൈസ് വണ്ടിൻ്റെ റിവേഴ്സ് ഗിയർ ഒന്നും വീഴണില്ല ഗൈസ്. ഗൈസ് വണ്ടിൻ്റെ റിവേഴ്സ് വീഴുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടിൻ്റെ റിവേഴ്സ് ഗിയർ വീഴുന്നില്ല. ഫ്രണ്ടിലോട്ട് മാത്രമേ പോകുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മുടെ റിവേഴ്സ് ഗിയർ വീണില്ല ഗൈസ്. എന്ത് ചെയ്യും ഗൈസ്? എനിക്കാണെങ്കിൽ പേടിയാണ് ഗൈസ്. ഇനി ഫ്രാങ്കിലാണ് എന്ത് പറയും ഗൈസ്? ഒറ്റ മൈൻഡ്. ഞാൻ ഈ വണ്ടിയിൽ എന്തെങ്കിലും ചെയ്ത് നോക്കട്ടെ ഗൈസ്. ഈ തോക്കും വെച്ച് നൈസായിട്ട് ഗൈസ് ഞാൻ ഈ ബാറ്റും വെച്ച് ആ ഗിയർ ലിവറായിട്ടൊന്ന് അടിച്ചു നോക്കാം ഗൈസ്. അടിച്ചപ്പോൾ വണ്ടി റിവേഴ്സ് പോകുന്നുണ്ട് ഗൈസ്. ഇനി ഫ്രണ്ടിലോട്ട് എടുക്കൽ പണിയാണല്ലോ ഗൈസ്. ഫ്രണ്ടിലോട്ട് ശരിയായി ഗൈസ്, ഗിയർ ശരിയായി. ഗിയർ ജാമുണ്ട് ഗൈസ്. എന്തായാലും കാണിക്കണത്? സോറി ചേട്ടാ സോറി ചേട്ടാ, ഒന്ന് ക്ഷമിക്കുക ചേട്ടാ പ്ലീസ് ചേട്ടാ. എടാ ഷിൻചാനെ ഇനി നിനക്ക് നല്ല തല്ല് കിട്ടോടാ. സോറി ചേട്ടാ, ഞാൻ ഒരാളെ ഇടിക്കൂല ചേട്ടാ. സോറി ചേട്ടാ. എന്താണ് ചേട്ടാ? എടാ ഫ്രാങ്കിലിനെ എൻ്റെ കൂട്ടുകാരനാണോടാ ഞാൻ നിനക്കുള്ള തരാടാ. ഞാൻ ഫ്രാങ്കിലിനെ വിളിച്ച് പറയോടാ. ഇനി ഞാൻ പോലീസിൽ ചെന്ന് കംപ്ലൈൻറ്റ് കൊടുക്കും. എന്നിട്ട് നിനക്ക് നല്ല പണിയാകും. സോറി ചേട്ടാ, ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യൂല ചേട്ടാ. എന്താണ് ചേട്ടാ? എന്നെ ഒന്ന് ഇത്തവണത്തേക്ക് ക്ഷമിക്കുക ചേട്ടാ. എന്താണ് ചേട്ടാ? ഇല്ല, നീ 18 വയസ്സാവാണ്ട് വണ്ടി ഓടിച്ചല്ലേ, അതിനുള്ള ഞാൻ തരാടാ. ഇല്ല ചേട്ടാ, ഒന്ന് സോറി ചേട്ടാ. നീ ഒന്നും ചെയ്യൂല ചേട്ടാ. ഇനി പോലീസിനെ വിളിക്കല്ലേ ചേട്ടാ. ഇല്ല, ഞാനിപ്പോൾ തന്നെ പോലീസിനെ വിളിക്കാൻ പോണേണ്. 100 ഞാൻ ഡയൽ ചെയ്ത് വിളിച്ച്. ഇനി ഇപ്പം 2 നിമിഷത്തിനുള്ളിൽ ഇപ്പം പോലീസ് വരും. നീ എണ്ണിക്കോ. 1 2. സോറി പോലീസ് ചേട്ടാ, ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യൂല. എടാ ഞാൻ 2 എണ്ണിയപ്പോൾ തന്നെ പോലീസ് വന്നാണ്ട. ഇനി നിനക്കുള്ള പണിയായി. സോറി ചേട്ടാ, ഞാനൊന്നും ചെയ്യൂല ചേട്ടാ. ചേട്ടാ എന്നെ ക്ഷമിക്കുക ചേട്ടാ. എന്താണ്? ഇന്ന് നിന്നെ കൊണ്ടുപോയിട്ടേ കാര്യമുള്ളൂ. എടാ എനിക്കിന്ന് നിന്നെ കൊണ്ടുപോകണോടാ, നിർബന്ധോടാ. എടാ തല്ലുപിടിയോടാ. നീ മര്യാദക്ക് വന്ന് ലംബോർഗിനി കയറിക്കെ. ആ പോലീസ് ചേട്ടാ, ഞാൻ ലംബോർഗിനി വന്ന് കയറി. ഇനി നീ സ്റ്റേഷനിലോട്ട് പോയി ശരിയാക്കി കിട്ടോ. ആ പോലീസ് ചേട്ടാ. ഗായ്സ് അപ്പോൾ നമുക്ക് സീനായി ഗായ്സ്. ഞാൻ മാപ്പിലൊന്ന് മാർക്ക് ചെയ്യട്ടെ പോലീസ് സ്റ്റേഷൻ എവിടെയെന്ന്. അയ്യോ ഗായ്സ് ഞാൻ പോലീസ് സ്റ്റേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഗായ്സ്. ആ പോലീസ് എണ്ണം നമ്മൾ എന്ത് ചെയ്യും ഗായ്സ്? എനിക്ക് പേടിയാവണം ഗായ്സ്. എനിക്ക് പോലീസിനെ പേടിയാണ് ഗായ്സ്. എന്ത് ചെയ്യും ഗായ്സ്? യോ
ചോദിച്ചേനെ ഗൈസ്. ഈ ഫ്രാങ്കിലാണ് എങ്ങാനും അറിഞ്ഞാൽ പണിയാവും ഗൈസ്. നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിട്ടേക്കാം. പോലീസുകാർ പറഞ്ഞത് മര്യാദ നമുക്ക് ചെയ്താൽ മതിയായിരുന്നു. പോലീസ് പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു. പോലീസല്ല ഫ്രാങ്കിലെണ്ണം പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു. അയ്യോ ഗൈസ്, എൻ്റെ വായിന്ന് പിച്ചും പേക്കാണ് ഗൈസ് വരാൻ. എനിക്ക് പേടിയാവണം ഗൈസ്. ഗൈസ്, ഈ ഫ്രാങ്കിലെണ്ണം പറഞ്ഞതുപോലെ മര്യാദ അടങ്ങി വീട്ടിൽ ഇരുന്നാൽ മതിയായിരുന്നു ഗൈസ്. ഞാനത് ഫെറാറി ഇടിച്ചപ്പോൾ തന്നെ ഫ്രാങ്കിലെണ്ണം പറഞ്ഞായിരുന്നു. ഇനി ഞാൻ ഒരിക്കലും ഈ വണ്ടി കൈ കൊണ്ട് തൊട പോലും ഇല്ല. എനിക്ക് അത്രക്ക് പേടിയായി ഗൈസ്. ഗൈസ്, ഇനി ഞാൻ ഈ വണ്ടി തൊടൂല ഗൈസ്. എനിക്ക് പേടിയാവണം ഗൈസ്. ഗൈസ്, ഇനി ഫ്രാങ്കിലെണ്ണം എന്ത് ചെയ്യും ഗൈസ്? ഫ്രാങ്കിലെണ്ണം എന്നെ എന്ത് രാഘവൻ പോലീസ് നിന്നി വരൂന്ന് പറഞ്ഞായിരുന്നു വിളിച്ചിട്ട്. നിന്നെ രാഘവൻ പോലീസ് ജയിലിലിടാനാ പറഞ്ഞത്. നീ ചെന്ന് ജയിലിരിക്കടാ. ഗൈസ്, ഈ രാഘവൻ പോലീസ് എന്താണ്? യോ ഗൈസ്, നീ അടി പിടിച്ചോ? നീ പിടിക്കടോടി. എന്നെ തല്ലല്ലേ പോലീസ്, എന്നെ തല്ലല്ലേ, എന്നെ തല്ലല്ലേ. ഇതൊന്നും ചെയ്യല്ലേ പോലീസ് ചേട്ടാ, എന്നൊന്നും ചെയ്യല്ലേ. ഞാനിനി ഒന്നും ചെയ്യൂല. ഞാനിനി ഒരിക്കലും വണ്ടി ഓടിക്കൂല. ഒരിക്കലും വണ്ടി ഓടിക്കൂല പോലീസ് ചേട്ടാ. ഇനി നിന്റെ ഫ്രാങ്ക്ലിൻ അണ്ണനെയാന്ന് വിളിക്കട്ടെ, എന്നിട്ടാണ് കാര്യം. ഈ വാതിലൊന്ന് തുറന്നേ, നിനക്കുള്ള അടി ഞാൻ തന്നു. ഇന്ന് ഞാൻ ഫ്രാങ്ക്ലിൻ അണ്ണനെ വിളിച്ചിട്ട് നിന്നെ വിളിപ്പിക്കുവാടാ. നിന്ന് ഫ്രാങ്ക്ലിൻ അണ്ണൻ വന്നിട്ടേ കാര്യമുള്ളൂ. ദേ ഫ്രാങ്ക്ലിൻ അണ്ണൻ ഇപ്പോൾ വരും. ഞാൻ ഫ്രാങ്ക്ലിൻ അണ്ണനെ വിളിച്ചിട്ടുണ്ട്. പോലീസായിട്ട് എന്താ കുഴപ്പം? നീ വന്നല്ലേ? നിന്റെ ഈ ഷിൻജാൻ കുരിപ്പ് കാണിച്ചു വെച്ചേക്കണ പരിപാടി കണ്ട? നിന്റെ ഈ ലെംബോർഗിനി ഫ്രണ്ടിൽ കിടക്കണണ്ട? ആ ലെംബോർഗിനി മോഷ്ടിച്ചിട്ടില്ലേ ഈ ചെറുക്കനാണെങ്കിൽ ഭയങ്കര പണിയുണ്ടാക്കി വെച്ചേക്കണേണ്. എടാ ഷിൻജാൻ, ഞാൻ പറഞ്ഞല്ലേടാ നിന്റെ അടുത്ത് വണ്ടി എടുക്കല്ലേ. ഇനി എന്താണ് ഉണ്ടാവാൻ പോണെന്ന് എനിക്കറിയില്ല. നിനക്കാണെങ്കിൽ എടാ ഫ്രാങ്ക്ലിനെ, നിനക്കാണെങ്കിലല്ലേ എന്താന്ന് വെച്ചാൽ നിനക്ക് 9 മാസം ജയിലിൽ കിടക്കേണ്ടി വരും. എന്ത് തന്നെ ശിക്ഷയിൽ. നീയല്ലേടാ വണ്ടി ഓടിക്കാൻ കൊടുത്ത്. അല്ലെങ്കിൽ നിന്റെ ലൈസൻസ് പെർമനൻ്റ് ആയിട്ട് കട്ട് ചെയ്യും. അതാണ് നിന്റെ ശിക്ഷ ഇവന് വണ്ടി ഓടിക്കാൻ കൊടുത്തതിൽ. എടാ നീ ഷിൻജാണ്, നീ കാരണം എനിക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു. നിന്നെ കൊണ്ട് വല്ലാതെ ശല്യമായിട്ട് മാറിയേക്കണേണല്ല. സോറി ഫ്രാങ്ക്ലിൻ, ഞാൻ ഈ 18 വയസ്സാവണ്ട് വണ്ടീൻ്റെ തൊടേ പോലും ഇല്ല ഫ്രാങ്ക്ലിൻ. തൊട്ടില്ലെങ്കിൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ജയിലിൽ പോകാൻ പോണ പോലെ നീയും പോവും. എന്നെ ഇപ്പം ഈ പോലീസുകാർ ജയിലിലിട്ടേ ഉള്ളൂ. നിന്നെന്തിനാണ് ജയിലിലിട്ടത്? ഇതെന്താണ് ജയിലിന്റെ ഡോർ തന്നെ അടയണത്? ഗായ്സ്, അപ്പോൾ നമ്മുടെ ജയിലിന്റെ ഡോർ തന്നെ അടച്ചു. അത് ഞാൻ ജയിലിന്റെ ഡോറിന്റെ സ്വിച്ച് ഓൺ ചെയ്തതാണ്. ഞാനൊന്നും ചെയ്യൂല. ഞാനൊന്നും ചെയ്യൂല. ഇനി ഞാൻ ഒരിക്കലും സ്വിച്ച് ഒന്നും ചെയ്യൂല. ഇനി വണ്ടി ഓടിക്കൂല. ഗായ്സ്, ഇനി നമ്മൾ എന്ത് ചെയ്യും ഗൈസ്? ഫ്രാങ്ക്ലിനെ പുറത്തോട്ട് എടുക്കണമല്ലോ ഗൈസ്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് എല്ലാവർക്കും